ഇങ്ങനൊരു ദിവസം നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. വിവാഹം കഴിഞ്ഞിട്ട് പോലും എല്ലാം മറന്ന് സഞ്ജുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ആ ഭാഗ്യമൊക്കെ നീ വേണ്ടെന്ന് വെച്ചല്ലേ? എങ്ങനെ എനിക്കതിന് മനസ്സ് വരും സഞ്ജു? ഞാൻ എന്നെക്കാൾ ആഗ്രഹിച്ചത് അമ്മൂനൊരു ജീവിതം ഉണ്ടായി കാണാനാ. എനിക്കറിയാം. സച്ചിക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ അവരെ ഒന്നിപ്പിക്കാൻ നോക്കി. അത് നടക്കാതെ വന്നു. അവൾ ആഗ്രഹിച്ചത് ചേച്ചിയുടെ ജീവിതമാ. ഇന്ന് എന്തായാലും ഗോവിന്ദ് അവളോട് സംസാരിക്കും. ഗോവിന്ദ് അവളെ കാണാൻ റൂമിലേക്ക് ചെന്നാ അവള് സംസാരിക്കാൻ കൂട്ടാക്കില്ല. അവൾ ഒരിക്കലും ആ സമയത്ത് ഗോവിന്ദിന്റെ റൂമിലും പോവില്ല. ആരെങ്കിലും കണ്ടാൽ തന്നെ വലിയ പ്രശ്നമാവും. പിന്നെ ഗോവിന്ദിന് ഇവിടെ നിൽക്കാൻ കഴിയാതാവും. അതൊക്കെ മുന്നിൽ കണ്ട ഞാൻ ഗാർഡനിലോട്ട് ചെല്ലാൻ പറഞ്ഞ. ശാന്തി മുഹൂർത്തത്തിലൂടെയാ നമ്മളിപ്പോ കടന്നു പോകുന്നത്. വെറുതെ സംസാരിച്ചിരുന്ന് അത് മറക്കണ്ട. തിടുക്കമായോ? എത്ര നേരം ഇങ്ങനെ കണ്ണി കണ്ണി നോക്കിയിരിക്കുന്ന? അല്ലേലും ഈ ആണുങ്ങൾക്ക് എല്ലാ കാര്യത്തിലും തിടുക്കോ. എന്നാ സ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല. അവർക്കൊരു സ്നേഹമുള്ള കടാക്ഷം മതി. എത്ര കാലവും അതും മനസ്സിലോർത്ത് ജീവിതം കഴിക്കാൻ. കാത്തിരിപ്പ് പെണ്ണിന് മാത്രം പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. എന്നാലേ ആ കാത്തിരിപ്പിന് വിരാമയോടാ. സഞ്ജു, സതി, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ. എനിക്ക് സഞ്ജുവിനും ലച്ചുവിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. തീരുമാനങ്ങളോ? അതെന്താ ഏതാന്നൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ലച്ചു പുറത്തേക്കൊന്ന് ചെല്ല്, ഗാർഡൻ അടുത്തേക്ക്. അവിടെ ലച്ചുവിനെ കാത്തൊരാൾ നിൽപ്പുണ്ട്. അതാരാ? ഗോവിന്ദ്. എന്തായിരിക്കും ഡോക്ടർക്ക് ഈ നേരത്തെ എന്നോട് പറയാനുള്ളത്? അതും വീടിന്റെ പുറത്ത് വെച്ച്. ചേച്ചിയോട് ഡോക്ടർ അത് പറഞ്ഞിട്ടായിരിക്കില്ലേ അവിടെ പോയി ഡോക്ടറെ കാണാൻ ചേച്ചി എന്നോട് പറഞ്ഞത്. ഈ സമയത്ത് എങ്ങനെ ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലും? ഇല്ല, എനിക്കതിന് കഴിയില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പകലാവാലോ.
ലച്ചു വരില്ലെന്ന് മനസ്സ് പറഞ്ഞതാ. പക്ഷേ സ്വാതി ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നിൽക്കാതിരിക്കാനും ആയില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന ആദ്യം അമ്മ കേക്ക്. ഒന്ന് പുറത്തേക്ക് എന്ന് ഗോവിന്ദനെ കാണ്. അറിയാലോ ഗോവിന്ദ ലച്ചുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന്. ഗോവിന്ദന് അമ്മനോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്ത് കാര്യം? അതെന്താന്ന് ഗോവിന്ദ് പറയും. അമ്മ ചെല്ല്. പറഞ്ഞത് കേട്ടില്ലേ? പുറത്തേക്കൊന്ന് ചെല്ലേ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ലല്ലോ ദൈവമേ. ചേച്ചിയുടെ വാക്കുകളെ ധിക്കരിക്കാനും കഴിയുന്നില്ല. ഒരാളും മുറ്റത്ത് എന്തോ സംസാരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് ഉടനെ പുറത്തു വരുന്ന കിട്ടിയ വിവരം. എനിക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ. ആ അവളെ പ്രതീക്ഷിച്ച് ഒരുത്തൻ ഇവിടെ എവിടെയോ കാത്തിപ്പുണ്ട്. അപ്പോ ചുറ്റിക്കളിയാണല്ലേ? നിങ്ങൾ എന്റെ കൂടെ വീടിന് നേരെ നീങ്ങണം. അവൾ ഉറങ്ങിയാലുടൻ അവളെ നമുക്ക് പൊക്കണം. സെറ്റ്. സെറ്റ്. ലച്ചുമാരെ ലച്ചു അകത്ത് പോ. ലച്ചു അകത്ത് പോ. പോവാൻ ലച്ചു അകത്ത് പോവാൻ. ലച്ചു അകത്ത് കയറിപ്പോൻ. കേറിപ്പോൻ.
ദിനേശേട്ടനെ ഒന്ന് വിളിക്കാം. നീ എന്റെ പിള്ളേരെ രക്ഷപ്പെട്ട് ഓടി അല്ലേടി? നടക്കമോ? ഡോക്ടർ, ഡോക്ടർ, അയാളുടെ പിന്നാലെ പോകല്ലേ? ഡോക്ടറെ, അങ്ങോട്ട് പോവരുത്. ലച്ചു, ആരും ഉണർന്നിട്ടില്ല. ഡോക്ടർ വാ. ലച്ചു ബ്ലഡ് ഒഴുകുക. മുറിവ് കേട്ടാണെങ്കിൽ രക്തം പെട്ടെന്ന് തന്നെ നിന്നോളും. റൂമിൽ പോയി നോക്കാം. വാ. ലച്ചു അവിടെ ഇരിക്കെ. വേദനിക്കുന്നുണ്ടല്ലേ? സാരല്ല, എനിക്ക് ആശ്വാസം തോന്നുന്നു. ഈ ദിവസം ചോര വീഴണമെന്നാവും ദൈവനിശ്ചയം. അതിങ്ങനെ തീർന്നല്ലോ. അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. മുറിവിന്റെ ആഴം എത്ര വലുതാണെന്ന് അറിയില്ല. എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട, ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. വിളിച്ചുണർത്തി ആരെയും അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ അങ്ങ് പോയിക്കോളാം. എന്താ ഇത്, പോകാനോ? അവിടെ ഇരിക്കേ. ചോര തുടച്ചാലേ മുറിവിന്റെ ആഴം അറിയാൻ പറ്റൂ. മുറിവിൽ അമർത്തി പിടിച്ചോ, ഞാൻ ഡ്രസ് ചെയ്ത് തരാം. നല്ല നീറ്റിലും പുകച്ചിലും ഉണ്ടാവും. ഞാൻ കാരണം ലച്ചുൻ ഇങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ. നല്ല സമയത്താ പുറത്തു വരാൻ തോന്നിയത്. ഞാൻ അങ്ങനെ കരുതുന്ന. ലച്ചുൻ ഒച്ച ഉണ്ടാക്കിയ പോരെ, എന്തിനാ അയാൾ തടയാൻ പോയത്? അയാൾ വാതിൽ കുത്തി തുറക്കാൻ നോക്കുമ്പോ നോക്കിയിരിക്കാൻ പറ്റുമോ? അയാളുടെ ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നുമില്ലെങ്കിലും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. ഭാഗ്യം, രക്തം നിന്നിട്ടുണ്ട്. വലിയ ആഴത്തിലുള്ള മുറിവല്ല. ഭാഗ്യത്തിന് കത്തി വരഞ്ഞാ പോയത്. എന്നെ കൊല്ലാനൊന്നും കഴിയില്ലെന്ന് ഒരു വട്ടം കൂടി തെളിഞ്ഞു. സഞ്ജുവിനെയും സ്വാതിയെയും ലക്ഷ്യം വെച്ച് തന്നെയാ അവർ വന്നത്. നമ്മളെ പുറത്തു കണ്ടപ്പോ ഒരു കൂട്ടർ നമ്മുടെ നേരെ തിരിഞ്ഞതാ. സഞ്ജുവിനും സ്വാതിക്കും തുണയായത് അതിലാ. നന്ദി പറയേണ്ടത് ഡോക്ടറോടാ. ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലെങ്കിൽ എന്താകുമായിരുന്നു? എന്താകാനാ, സഞ്ജുവിന്റെയും സ്വാതിയുടെയും കാവൽമാലാഖ ഇവിടെ ഉള്ളപ്പോ ഒന്നും സംഭവിക്കില്ല. അല്ല, അതിരിക്കട്ടെ, എന്തിനാ എന്നോട് ഗാർഡനിലേക്ക് രാത്രി വരാൻ പറഞ്ഞത്?
എനിക്കിപ്പോ അത് പറയാനുള്ള സന്ദർഭവും സാഹചര്യവും അല്ല. ലച്ചു റൂമിലേക്ക് വെക്കോളൂ. അവര് ദക്ഷ അയച്ച ആൾക്കാരായിരിക്കും അല്ലേ? ഇന്ന് ശാന്തിമുഹൂർത്താണെന്നുള്ള കാര്യം ദക്ഷ എങ്ങനെ അറിഞ്ഞു? അതറിയിക്കാൻ ഇവിടെ തന്നെ ആളുണ്ടല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ വീട്ടിൽ പലരുടെയും ജീവൻ ഏതു നിമിഷവും പൊലിഞ്ഞു പോവാം. ഒന്ന് നിന്നേ. രക്തം വീണ്ടും ഒഴുകിയ എന്നെ വിളിക്കാതിരിക്കരുത്. ഞാനിന്ന് ഉറങ്ങില്ല. ഇതെന്റെ ഹൃദയത്തിൽ വീണ മുറിവ. സോറി ഗൗരി. ഒരു നരുന്ത് പെണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത നീയാണോ മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ MD സ്ഥാനം പിടിച്ചെടുക്കാൻ പോകുന്നത്? ഞാൻ ഐഡിയ എല്ലാം ഉണ്ടാക്കി ഇത്രയും സാഹചര്യം ഒരുക്കി തന്നിട്ടും പരാജയപ്പെട്ട ഒടുവിൽ എന്റെ മുന്നിൽ വന്ന് ഗൗരി സോറി പോലും. നീ അവിടെ എന്തെടുക്കായിരുന്നു അത് പറയ. എന്തിന് ആ ലച്ചുവിന്റെ മുന്നിൽ നീ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടില്ലേ? ലച്ചു, സഞ്ജു, സ്വാതി, ആ 3 ശല്യങ്ങളും ഒറ്റയടിക്ക് തീർന്ന് നമുക്ക് എന്നേക്കുമായി വിജയിക്കാനുള്ള അവസരം നീ ഒറ്റ ഒരുത്തി കാരണം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഞാൻ എന്ത് ചെയ്തു ഗൗരി പറയുന്നേ? മിണ്ടരുത്. ഇനി മിണ്ടിയ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. അത്രയ്ക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ആ വലിയൊരു അവസരം ഇല്ലാതാക്കിയിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്ന് വീണ്ടും വീണ്ടും എക്സ്ക്യൂസ് പറയാൻ നാണോ ഇല്ലേ നിനക്ക്? ഇനി ഇതുപോലെ ഓരോ കാര്യത്തിനും എന്നെ നിനക്ക് സഹായത്തിന് കിട്ടില്ല. ബുദ്ധിയും സാമർഥ്യവും ഇല്ലാത്തവരോടുള്ള ചങ്ങാത്തം എനിക്ക് വേണ്ട. ഗൗരി, ഗൗരി പറയുന്നത് ഇത്രയും നേരം ഞാൻ കേട്ടില്ലേ? പ്ലീസ് ഇനി എന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കേ. നല്ലൊരവസരം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇനി നീ എന്ത് പറയാനാ? ആ ലച്ചു നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരിയല്ല.